പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ആയത്തു സിയാം, നോമ്പിൻ്റെ ആയത്തിൽ അതിന് തുടക്ക ഭാഗമാണ്, നോമ്പുമായി ബന്ധപ്പെട്ട ചില ചരിത്രവുമാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം എന്ന വചനത്തിൽ അസ്സിയാം എന്നുള്ള പ്രയോഗമാണ് നമുക്കിവിടെ പഠിച്ചു തുടങ്ങാനുള്ളത്. നമ്മുടെ വചനം ഇപ്രകാരം: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അതിൽ നമ്മൾ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും ഇതുവരെയുള്ള പ്രയോഗങ്ങളാണ് ആയത്തിന് മൊത്തം ഒന്നർത്ഥം വെച്ചതിന് ശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് അസ്സിയാം എന്ന അള്ളാഹുവിൻ്റെ ഈ പ്രയോഗമാണ്. അസ്സിയാം എന്നത് സാമ എന്നുള്ളതാണ് അതിൻ്റെ ക്രിയ. സാമ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം അംസക എന്നാണ്. സാമ എന്നതിന് അസൗം എന്നും ക്രിയാധാതുണ്ട്. അസൗം, അസിയാം എന്നും അസൗം എന്നും. വിശുദ്ധ ഖുർആനിൽ സൗം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്, അസിയാം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്. വ്രതാചരണത്തിന് രണ്ടും പ്രയോഗിക്കും. ഹദീസിൽ കാണാം, ഇല്ല സൗം ഫഇന്നഹു ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൗം അതെനിക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. വ്രതാനുഷ്ഠാനത്തെ, നോമ്പിനെ ഉദ്ദേശിച്ച്. സൗം എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നത് മറിയം അലൈഹസ്സലാത്തു വസ്സലാം പറഞ്ഞതായി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. അവിടെ ഞാൻ റഹ്മാനായ അള്ളാഹുവിന് സൗമിനെ നേർച്ചയാക്കി എന്നുള്ളത് നമ്മൾ ഈ വചനം കൈകാര്യം ചെയ്യുന്ന വ്രതാനുഷ്ഠാനം ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെയോ അവിടെ മൗനവ്രതം, സംസാരം പിടിച്ചു നിർത്തുക, സംസാരിക്കാതിരിക്കുക എന്ന അർത്ഥത്തിലാണ് സൗം. വിശുദ്ധ ഖുർആനിൽ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അസ്സിയാം എന്ന് പ്രയോഗിച്ചു. ഈ നോമ്പിൻ്റെ വിഷയത്തിൽ വരുന്ന ആയത്തുകളിൽ നമുക്ക് വരും. അതിൽ കാണാം, ലൈലത്തസ്സിയാമി അറഫസു ഇലാ നിസായിക്കും, ലൈലത്തസ്സിയാം. അതേപോലെ സുമ്മ അതിമ്മുസ്സിയാം, അല്ലാഹു സുബ്ഹാനഹു അസ്സിയാം എന്നാണ് പ്രയോഗിച്ചത്. വസ്സായിമീന വസ്സായിമാത്ത്, സൂറത്ത് അഹ്സാബിൽ നോമ്പെടുക്കുന്ന സ്ത്രീകൾ, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, സ്വായിമീൻ വസ്സായിമാത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച അസ്സായിഹീൻ, അതേപോലെ സായിഹാത്ത്, സൂറത്ത് തൗബയിൽ അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ അസ്സായിഹൂൻ അർ റാക്കിഊൻ അസ്സാജിദൂൻ. അവിടെ അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ, തൗബ ചെയ്യുന്നവർ, ഇബാദത്ത് എടുക്കുന്നവർ, ഹംദ് നിർവഹിക്കുന്നവർ. പിന്നെ അസ്സായിഹൂൻ എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പെടുക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. നോമ്പിനെ കുറിച്ച് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. സിയാഹത്ത്, അതിൽ നിന്നാണ് അസ്സായിഹൂൻ. അതേപോലെ മറ്റൊരിടത്ത് സൂറത്തു തഹ്രീമിൽ അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന എന്ന് തുടങ്ങിയിട്ട് ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ. അവിടെ സായിഹാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർ എന്ന അർത്ഥത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന വചനങ്ങളാണിത്. അതിൽ സിയാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിയാഹത്ത് എന്ന പദത്തിൽ നിന്ന് വിൽപ്പന്നമായ അസ്സായിഹൂൻ, അതേപോലെ തന്നെ സായിഹാത്ത് ഈ പ്രയോഗവും, അതേപോലെ വസായിമീൻ വസായിമാത്ത് എന്ന പ്രയോഗം, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ അസിയാം എന്നുള്ളത് സാമ എന്ന ക്രിയയിൽ നിന്ന് വിൽപ്പന്നമാണ്.
സാമ എന്നുള്ളത് അർത്ഥമാക്കുന്നത് അംസക എന്നാണ്. അംസക എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. സാമത്തി റീഹ് എന്ന് പറയും. കാറ്റടിച്ച് വീശുന്നില്ല എങ്കിൽ. റീഹ് സാമത്ത് എന്ന് പറഞ്ഞാൽ നിലയുറച്ചു, അടിച്ചു വീശുന്നില്ല, അങ്ങനെ അനങ്ങാത്ത അവസ്ഥയിൽ. അതേപോലെ സാമത്തി ദാബത്തു എന്ന് പറയും. മിണ്ടാപ്രാണി സാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തിന്നാതെ കുടിക്കാതെ അനങ്ങാതെ നിൽക്കുമ്പോൾ അതിന് പറയുന്നതാണ്. ജാഹിലി കവി അന്നബിഗത്ത് ദുബിയാനി ഖൈലുൻ സിയാമുൻ വ ഖൈലുൻ ഗൈറു സായിമത്തിൻ തഹ്തൽ അജാജി വ ഉഖ്റ തഅലു കുല്ലു ജുമ എന്ന് കുതിരകളെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ ഖൈലുൻ സിയാമുൻ, ചില കുതിരകൾ രണഭൂമിയിലേക്ക് ഇറങ്ങാതെ പായാതെ നിൽക്കുന്നവയാണ്. വഖൈലുൻ ഗൈറു സായിമത്തിൻ, മറ്റു ചില കുതിരകൾ സായിമത്തല്ല എന്ന് പറഞ്ഞാൽ അവ പായുകയാണ്. തഹ്തൽ അജാജി, പൊടിപടലങ്ങൾക്ക് കീഴിൽ. വ ഉഖ്റ, മറ്റു ചില കുതിരകൾ തഅലു കുല്ലു ജുമ എന്നാണ്, മൂക്കയറിൽ ബന്ധിതമാണ് എന്ന അർത്ഥത്തിൽ. ഇവിടെ ഈ പായാതെ നിൽക്കുന്നവ അതാണ് സിയാം. സാമൻ നഹാർ എന്ന് പറയും. സാമൻ നഹാർ എന്ന് പറഞ്ഞാൽ എന്താ? പകൽ സൗമെടുത്തു എന്നാണ്. എന്താ ഉദ്ദേശം? ഒരു കവിതയിൽ കാണാം, ഹത്ത ഇദാ സാമൻ നഹാറു വഅതദൽ വമാല ലിശംസി ലുആബുൻ ഫനസൽ എന്ന്. സാമൻ നഹാർ ഉച്ച സമയം, ചൂടുള്ള ആ സന്ദർഭം, ഇങ്ങനെ പകലുറച്ചു എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം വരുന്നത്. ചൂട് തുടർന്നു എന്ന അർത്ഥത്തിൽ. ഏതായാലും നമ്മുടെ വിഷയം അസിയാം. അർത്ഥം എന്താണ്? പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഷറയിലും ഇതിപ്പോൾ ഭാഷാപരമായി ആ പദത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ സാങ്കേതിക ഭാഷയിൽ സിയാം എന്ന് പറഞ്ഞാൽ വികാരം പിടിച്ചു നിർത്തലാണ്. ഷഹ്വത്ത് വികാരം നമ്മുടെ ബത്തനിനുണ്ട്, വയറിന് വികാരം, നമ്മളുടെ ലൈംഗികാവയവത്തിനുമുണ്ട്, ഫർജിനുമുണ്ട്. വയറിൻ്റെ വികാരം തിന്നുക, കുടിക്കുക, ഇതൊക്കെയാണ് ഉദരപൂരണം. ഫർജിൻ്റെ വികാരം അത് ലൈംഗിക ആസ്വാദനവും സുഖവും വികാരം ശമിപ്പിക്കലുമാണ്. അപ്പോൾ ഈ രണ്ട് വികാരങ്ങളെയും പിടിച്ചു നിർത്തലാണ് സൗം. നിയ്യത്തോടു കൂടി. ഏതു മുതൽ? ഫജറിൻ്റെ ഉദയം മുതൽ ഏതുവരെ? സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ നിയ്യത്തോടു കൂടി ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ബത്തനിൻ്റെ ഷഹ്വത്തും ഫർജിൻ്റെ ഷഹ്വത്തും ഒരാൾ പിടിച്ചു നിർത്തലാണ് സിയാം. അത്തഅബുദു ലില്ലാഹി ബിതർക്കിൽ മുഫ്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്. ഇങ്ങനെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തഅബുദു ലില്ലാഹ്, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, വിട്ടുകൊണ്ട്. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. ബത്തനിൻ്റെ ഷഹ്വത്തും ഫർജിൻ്റെ ഷഹ്വത്തും. അതാണ് ചിലർ പറഞ്ഞത്. ചിലർ എന്ത് ചെയ്തു? മുഫ്തിറാത്ത് എന്ന് പറഞ്ഞു. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ചിലർ ഇപ്പം ഈ കൊമ്പ് വെക്കൽ നോമ്പിനെ മുറിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, അത് ബത്തനിൻ്റെയോ ഫർജിൻ്റെയോ ഷഹ്വത്തിൽപ്പെട്ടതല്ല, അതിനപ്പുറമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് മുഫ്തിറാത്ത് എന്ന് പറഞ്ഞത്. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് വിട്ടുകൊണ്ട് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ്റെ അസ്തമയം വരെ. അവിടെയും മുഫ്തിറാത്തിൽ നിന്ന് പിടിച്ചു വെക്കുകയാണ് ഒരാൾ തന്നെ. പറഞ്ഞു വരുന്നത് ഈ അംസക, പിടിച്ചു വച്ചു എന്ന അർത്ഥം. അതാണ് സാമ, സൗം, സിയാം പ്രതിഫലിപ്പിക്കുന്നത്. ഈ ഭാഷാർത്ഥം
അത് സാങ്കേതികമായുള്ള സിയാമിൻ്റെ നിർവചനത്തിൽ നന്നായി പ്രതിഫലിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇക്കാര്യം ഇവിടെ ഉണർത്തിയത്. കുതിബ അലൈക്കും അസ്സിയാം, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അസ്സിയാം, സിയാമിനെ എന്നാണ്. ആ സിയാം ഏതാണ്? അതാണ് നമ്മളിവിടെ പറഞ്ഞത്. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ഒരാൾ സ്വന്തത്തെ പിടിച്ചു നിർത്തുക, അത് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അള്ളാഹ്ക്കുള്ള ഇബാദത്ത് എന്നോണം. അതാണ് നീയത്തോടു കൂടി. നീയത്താണല്ലോ ഒരു കാര്യത്തെ ഇബാദത്താക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു, അള്ളാഹു ഷറാക്കിയ ഇന്ന കാര്യം ചെയ്യുന്നു, അതാണ് അള്ളാഹ്ക്കുള്ള ഇബാദത്ത്. അപ്പോൾ ആ സൗമിനെ, സിയാമിനെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ അസ്സിയാം എന്നതിൽ ഈ അൽ എന്നത്, അൽ എന്ന അവ്യയം, അത് ലിൽ അഹദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കറിയുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള നോമ്പിനെ എന്നതാണ് ആ അല്ല അർത്ഥമാക്കുന്നത്. അസ്യാമിൻ്റെ വിഷയത്തിൽ അറബികൾ അന്ന് കാലത്ത് സജീവ ശ്രദ്ധാലുക്കളും അത് സജീവമായി അനുഷ്ഠിക്കുന്നവരുമായിരുന്നില്ലെങ്കിലും അവർക്കറിയാം എന്താണ് സിയാം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിവുള്ള നോമ്പ്, അതാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ഈ അസ്സിയാം എന്നതിൽ അലിഫ്ലാം, അത് ലിൽ അഹദ് എന്ന അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ അതിൽ വരിക. അറബികൾ സിയാമിൻ്റെ വിഷയത്തിൽ നിത്യശീലമുള്ളവരല്ലെങ്കിലും സിയാമിനെക്കുറിച്ച് അവർക്കറിയാം. അവർ സിയാം, വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്നവരായിരുന്നു, വിരളമായെങ്കിലും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖുറൈശികളെക്കുറിച്ച് പറയുന്നുണ്ട്, കാനത്ത് ഖുറൈശുൻ തസൂമു ആശൂറ ഫിൽ ജാഹിലിയ. ഖുറൈശികൾ ആശൂറ നോമ്പെടുക്കുമായിരുന്നു. ആശൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10 ഖുറൈശികൾ നോമ്പനുഷ്ഠിച്ചിരുന്നു. എന്ന് ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ. ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനിയോഗത്തിന് മുമ്പ് ഖുറൈശികൾ ആശൂറ നോമ്പെടുക്കുമായിരുന്നു എന്നാണ്. വകാന യൗമൻ തുസ്തറു ഫീഹിൽ കഅബത്തു. ഈ ആശൂറ ദിനത്തിലായിരുന്നു കഅബ അതിന് വിരി ഇടപ്പെട്ടിരുന്നത്, ഖില്ല തൂക്കപ്പെട്ടിരുന്നത് എന്നാണ് മഹദി പറയുന്നത്. ഇത് ഇമാം ബുഖാരി, മുസ്ലിമും മറ്റൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന ആശൂറ യൗമൻ തസൂമുഹു ഫിൽ ജാഹിലിയ. ആശൂറ ഞങ്ങൾ ജാഹിലിയത്തിൽ നോമ്പെടുക്കുന്ന ദിവസമായിരുന്നു എന്നാണ്. യൗമൻ നസൂമുഹു ഫിൽ ജാഹിലിയ. എന്നിട്ട് ഇബ്നു ഉമർ പറയുന്നുണ്ട്, ഫലമ്മ നസല റമദാനു, റമദാൻ നോമ്പ് അത് അവതീർണമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ആശൂറ യൗമുൻ മിൻ അയ്യാമില്ലാഹ്. ആശൂറ അള്ളാഹുവിൻ്റെ അയ്യാമുകളിൽ ഒരു യൗമാകുന്നു എന്ന് പറഞ്ഞാൽ, പിന്നെ ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്ന ദിവസത്തെക്കുറിച്ച് പിന്നെ അയ്യാമുള്ള എന്ന് പറയും. എന്ന് പറഞ്ഞെങ്കിൽ ആ ദിവസത്തിൽ എന്തെങ്കിലും വലിയ ഒരു സംഭവം നടന്നിട്ടായിരിക്കും, അതിനാലാണ് അതിനങ്ങനെ പറയുന്നത്. ആശൂറ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേല്യരും ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറുകര പറ്റിയ സുരക്ഷിതമായ ദിവസമാണ്. യൗമുൻ അദീം, യൗമുൻ സാലിഹ് എന്നാണല്ലോ അതിനെക്കുറിച്ച് പറയാം ഹദീസിൽ. മഹാദിവസം, നല്ല ദിവസം എന്നാണ്. ഫിറഔനും അവൻ്റെ കിങ്കരന്മാരും സമുദ്രത്തിൽ മുക്കിക്കൊല്ലപ്പെട്ട ദിവസം.
അതുകൊണ്ടാണ് യൗമു മിൻ അയ്യാമില്ല എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു എന്നാണ് ഇബ്നു ഉമർ പറയുന്നത്, ഫമൻ ഷാ അസാമഹു വമൻ ഷാ തറക്കഹു. റമദാൻ നോമ്പ് അവതീർണമായതോടുകൂടി ഇനി ഉദ്ദേശിക്കുന്നവർക്ക് ആശുറയിൽ നോമ്പെടുക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് ഒഴിവാക്കുകയും ആകാം. പക്ഷേ കാന ആശൂറ യൗമൻ നസൂമുഹു ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ വ്രതാനുഷ്ഠാനം നടത്തിയിരുന്ന ദിവസമായിരുന്നു ആശൂറ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തിനാണ് ഇത് ഉദ്ധരിച്ച് ഉണർത്തിയത്? അസ്യാം എന്ന് പറഞ്ഞെങ്കിൽ ആരിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്? അവർക്ക് അറിയുന്ന വിഷയമായിരുന്നു അസ്യാം, വ്രതാനുഷ്ഠാനം, നോമ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് സുപരിചിതമായ അസ്യാം അത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ മദീനയിലാണ് സൂറത്തുൽ ബഖറ അവതീർണമാകുന്നത്. വിശുദ്ധ മദീനയിൽ വിശ്വാസികളുടെ കൂടെ ജൂതന്മാരുണ്ടായിരുന്നു. ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായിരുന്നു സിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്നു, ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, മഹാദൽ യൗമുല്ലദീ തസൂമൂനഹു, നിങ്ങൾ വ്രതാനുഷ്ഠാനം നടത്തുന്ന ഈ ദിവസം ഏതാണെന്ന് ചോദിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അദീം അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, ഇതൊരു മഹാദിവസമാണ്. ഈ ദിവസത്തിലാണ് അള്ളാഹു മൂസയെയും ഇസ്രായേലിയരെയും രക്ഷപ്പെടുത്തിയത്. വഗറക ഫിർഔന വ ഖൗമഹു, ഫിർഔനെയും അവൻ്റെ ആളുകളെയും മുക്കി നശിപ്പിച്ചതും. ഫസാമഹു മൂസ ശുക്രൻ ലില്ലാ, അള്ളാഹ്ക്ക് ശുക്ര അർപ്പിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആശുറയിൽ നോമ്പെടുത്തു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്നാണ് ജൂതർ പറഞ്ഞത്. അപ്പോൾ ജൂതന്മാരും നോമ്പെടുക്കുന്നവരായിരുന്നു. തിരുനിയോഗ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയുടെ മുമ്പും ശേഷവുമൊക്കെ. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്കും ജൂതന്മാർക്കും പിന്നെ ജൂതരെ അനുഗമിച്ച് നസാറാക്കൾക്കും, ജൂതർക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ വിധികളും വിഷയങ്ങളും അവതീർണമായതുപോലെ നസാറാക്കളിൽ നമ്മളത് വായിക്കണില്ല വിശുദ്ധ വചനങ്ങളിൽ. പക്ഷേ നസാറാക്കളും നോമ്പെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആശൂറ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്ത് സഹാബികളോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ആശൂറയുടെ നോമ്പ് സഹാബികളും അതേപോലെ വിശ്വാസികൾ തുടർത്തുന്ന സമയം ചോദ്യം വന്നു, യാ റസൂലല്ലാഹ് ഇന്നഹു യൗമുൻ തുഅദ്ദിമുഹുൽ യഹൂദു വൻ നസാറ, തിരുദൂതരെ ആശൂറ യഹൂദരും നസാറാക്കളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദിവസമാണ്, ഒരു നോമ്പെടുത്തുകൊണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻകാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുംന അൽ യൗമ താസിയ, ആഗതമാകുന്ന വർഷം ഇൻഷാ അല്ലാഹ് നമ്മളും താസിയ മുഹറം 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞത്. പക്ഷേ ആ അടുത്ത വർഷത്തേക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചില്ല, അവിടുന്ന് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ പിന്നെ തുഅദ്ദിമുഹുൽ യഹൂദു വൻ നസാറ, ഈ ജൂത നസാറാക്കൾ ആദരിക്കുന്ന ദിവസമാണ് ആശൂറ എന്ന വ്രതം ആചരിച്ചുകൊണ്ട്. അപ്പം യഹൂദർ നസാറാക്കൾ മക്കയിലെ മുശ്രിക്കുകൾ ഖുറൈശികൾ അവരൊക്കെയും വ്രതം അനുഷ്ഠിച്ചിരുന്നു ജാഹിലിയത്തിൽ. അവർക്ക് സുപരിചിതമാണ് അസിയാം. അനുഷ്ഠാനത്തിൽ വിശ്വാസികൾ പിൽക്കാലത്ത് നിർബന്ധമായും ഐച്ഛികമായും പല നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട് ധാരാളമായി. പക്ഷെ ആ ഒരു തുടർച്ചയും അതേപോലെ തന്നെ പല കാലങ്ങളിലായി പലപ്പോഴായി അനുഷ്ഠിക്കുന്ന രീതിയും, ഇപ്പോൾ റമദാൻ 30 അല്ലെങ്കിൽ 29 ഇങ്ങനെ അവർക്ക് അനുഷ്ഠാനം ഉണ്ടായിരുന്നില്ലെങ്കിലും അവർക്ക് അറിയുന്ന വിഷയമാണ് സിയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കും അസ്സിയാം എന്ന് പറഞ്ഞത്. ഈ അൽ എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്, അതിൻ്റെ തേട്ടം എന്ത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിഷയങ്ങൾ ഉണർത്തിയത്, ചരിത്രവും ഉണർത്തിയത്. തയ്ബ് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു, അസ്സിയാം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു വിശ്വാസികളെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അനുബന്ധമായി പറഞ്ഞത് എന്താണ്? അത്
കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്നാണ്. ഇവിടെ ഖമ എന്നുള്ളിടത്ത് ഈ കാഫ് അത് ലിത്തഷ്ബീഹ്, ഉപമിക്കുന്നതിന് വേണ്ടിയാണ്, തഷ്ബീഹിന് വേണ്ടിയാണ്. അവിടെ അതിനെ തുടർന്ന് മാ വന്നു. മാ എന്നുള്ളത് മസ്ദരിയയാണ്, അല്ലെങ്കിൽ മൗസൂലയാണ്. അതിൻ്റെ ഉദ്ദേശം നമുക്ക് പറയാം. കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, കുതിബ നിർബന്ധമാക്കപ്പെട്ടു, അലല്ലദീന യാതൊരു കൂട്ടരുടെ മേൽ, അവർ ആരാണ്? മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവർ. അപ്പോൾ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് പറഞ്ഞാൽ മാ മസ്ദരിയയാകുമ്പോൾ മാ കുതിബ നിർബന്ധമാക്കപ്പെട്ടു, ക്രിയാധാതുവിൻ്റെ അർത്ഥം നിർബന്ധമാക്കപ്പെട്ടത്, ക്രിയാധാതുവിൻ്റെ അർത്ഥം മസ്ദരിയാകുമ്പോൾ. കാരണം മായും അതിന് ശേഷം വരുന്ന ക്രിയയും അതിന് ക്രിയാധാതുവിൻ്റെ അർത്ഥം എന്നാണ്. അപ്പം മാ കുതിബ എന്ന് പറഞ്ഞെങ്കിൽ കിതാബത്ത് നിർബന്ധമാക്കൽ, നിർബന്ധമാക്കപ്പെടുന്നത്. അപ്പോൾ കമാ കുതിബ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അതാണ് തഷ്ബീഹ്. ആരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ? അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇനി മാ എന്നുള്ളത് മൗസൂലയാണ് എങ്കിൽ അല്ലദി എന്ന അർത്ഥത്തിൽ, യാതൊന്ന് യാതൊരുവൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ കമാ കുതിബ എന്ന് പറഞ്ഞാൽ കല്ലദി കുതിബ നിർബന്ധമാക്കപ്പെട്ട യാതൊന്നു പോലെ. നിർബന്ധമാക്കപ്പെട്ട യാതൊന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് പോലെ. ആരുടെ മേൽ? അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇവിടെ കൂടുതൽ അനുയോജ്യമായത് ഈ മസ്ദരിയ എന്നുള്ളതാണ്. കാരണം കമാ കുതിബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ടത് പോലെ എന്നാണ്. ആർക്ക്? അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അറിയിക്കുന്നത്. ഖ എന്നുള്ളത് തശ്ബീഹിനാണ്, ഒപ്പം അത് തൗക്കീദിനുമാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, തീർച്ച. അവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ഖ എന്നുള്ളത് അതിന് പോലെ എന്നർത്ഥം, അതാണ് തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ. അപ്പോൾ ഇവിടെ ചില മസ്അലകളുണ്ട്, വിഷയങ്ങളുണ്ട്. അതെന്താണ്? ഈ തശ്ബീഹ് ഉണ്ടല്ലോ, സാദൃശ്യപ്പെടുത്തൽ, അത് ആരോടാണ് തശ്ബീഹാക്കുന്നത്? കിതാബത്തിനോടാണ് തശ്ബീഹാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയെന്ന് പറഞ്ഞില്ലേ, കിതാബത്ത്, അതിനെ തശ്ബീഹാക്കുകയാണ് പൂർവീകർക്ക് കിതാബത്ത് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഇവിടെ തശ്ബീഹാക്കുമ്പോൾ, സാദൃശ്യപ്പെടുത്തുന്നതുണ്ട്. അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്. ആരോടാണ് തശ്ബീഹാക്കിയത്? നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഈ നിർബന്ധമാക്കുക എന്നുള്ളതാണ് വിഷയം. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ഇവിടെ ഈ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പൂർവികർ? അലല്ലദീന മിൻ ഖബ്ലികും എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗമാണോ? ചിലർ പറഞ്ഞത് അഹ്ലുൽ കിതാബ്, വേദത്തിൻ്റെ ആളുകളാണ്, ജൂതരും നസാറാക്കളും. ചിലർ പറഞ്ഞു നസാറാക്കൾ മാത്രമാണ്. മറ്റു ചിലർ പറഞ്ഞത് ജമീഉ അഹ്ലിൽ മിലൽ, എല്ലാ സമുദായങ്ങളും ഉദ്ദേശമാണ്. അതാണ് കൂടുതൽ
ശരി, ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകും തോറും ഇവിടെ പല സംസ്കാരങ്ങൾ കടന്നുപോയി, പല മതങ്ങൾ കടന്നുപോയി. അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. പുരാതന മിസ്രികളുടെ, ഈജിപ്ഷ്യരുടെ ചരിത്രത്തിൽ, ഗ്രീക്കുകാരുടെ ചരിത്രത്തിൽ, അതേപോലെ തന്നെ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ, ജൂത നസാറാക്കളുടെ ചരിത്രത്തിൽ ഒക്കെ നമ്മൾ വായിക്കുന്ന വിഷയമാണ് ഈ വ്രതാനുഷ്ഠാനം. വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ കാലം ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം, അതേപോലെ രീതി വ്യത്യാസപ്പെട്ടേക്കാം, അളവ്, സവിശേഷത ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിലും വ്രതാനുഷ്ഠാനം അത് ഇവരുടെയൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. അഹബ്ബു സിയാം ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്രതാനുഷ്ഠാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ആരെയാണ്? അത് സിയാമു ദാവൂദ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്രതാനുഷ്ഠാനമാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര പുരാതനമായ ചരിത്രമാണ്. അതിനു മുമ്പും ചരിത്രമുണ്ട്, വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് മാത്രം നിർബന്ധമാക്കിയ ഒരു അനുഷ്ഠാനവും ആരാധനയും അല്ല വ്രതാനുഷ്ഠാനം, നോമ്പ്. പ്രത്യുത പൂർവ്വ സമുദായങ്ങൾക്ക്, മതങ്ങൾക്ക് ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച, നിയമമാക്കിയ, നിർബന്ധമാക്കിയ ഒരാരാധനയും പുണ്യവും നന്മയുമാണ് വ്രതാനുഷ്ഠാനം. അതാണ് ഇവിടെ അലല്ലദീന മിൻ ഖബലിക്കും എന്നതിൻ്റെ തഫ്സീറിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ചില ഹദീസുകളുടെ പ്രയോഗങ്ങൾ, നബിമാർ വ്രതമെടുത്തതിനെക്കുറിച്ച്, അവരുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചില സവിശേഷതയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, ഇന്ന മഅ്ശറൽ അംബിയ, ഞങ്ങൾ നബിമാരുടെ സമൂഹം, ഉമിർന അന്നു അജ്ജില ഇഫ്താറന, നോമ്പ് മുറിക്കുന്നത് സമയമായാൽ പെട്ടെന്നാക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വനു അഖിറ സുഹൂറന, സുഹൂർ ഇടയത്തായം കഴിക്കൽ, അത് വൈകിപ്പിക്കാൻ, നോമ്പ് തുടങ്ങാനുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ നബി പുങ്കവന്മാരുടെ സമൂഹം വ്രതം അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ടു, ഇഫ്താർ സമയമായാൽ ഉടനെയാക്കാൻ, സഹൂർ നോമ്പ് തുടങ്ങുന്ന സമയത്തിലേക്ക് പിന്തിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ പ്രയോഗത്തിൽ നമുക്ക് വായിക്കാം, കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും എന്നതിൻ്റെ വിഷയം, ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ. നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും അത് വേർതിരിയുന്നത്, വ്യത്യാസപ്പെടുന്നത് അകലത്തു സഹർ, സഹറിലെ ഇടയത്തായം ആ വിഷയത്തിലാണ്. ഇടയത്തായം നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു. വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് പുലർച്ചയിൽ എഴുന്നേറ്റുള്ള ഇടയത്താഴം അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകതകൾ പറയുന്നിടത്ത് മുമ്പുള്ളവർക്ക് നോമ്പ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്, നിയമമാക്കിയത്, നിർബന്ധമാക്കിയത്, അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർ അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി, അതുപോലെ നിങ്ങളുടെ മേലും നിർബന്ധമാക്കി. നിർബന്ധമാക്കുന്ന വിഷയത്തിൽ നമ്മുടെ നോമ്പും അവരുടെ നോമ്പും ഒരുപോലെ, പക്ഷേ സമയത്തിൽ, രീതിയിൽ, അളവിൽ, എണ്ണത്തിൽ, വണ്ണത്തിൽ ഒക്കെ ഈ സാദൃശ്യമുണ്ടോ? അവരുടെ നോമ്പും നമ്മുടെ നോമ്പും. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറയാതെ കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന ഒരു തശ്ബീഹ്, ഉപമ ഇവിടെ ഉണർത്തിയത്, അള്ളാഹു അവതരിപ്പിച്ചത്. അതിലെന്താണ് അതിൻ്റെ പൊരുൾ? അതിൻ്റെ വിഷയമെന്ത്?
ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് പഠിക്കുവാനുള്ള വിഷയമാണ്. അടുത്ത വചനം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.